4478 രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാസത്തെ കറണ്ട് ബില്ല് എന്ന് പറയുന്നത്. ഞാൻ 2-3 വട്ടം നമ്മുടെ പേജിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലാണ് നമുക്ക് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അതേപോലെ തന്നെ വീട്ടിലത്തെയും ഈ ഒരു മാസം തൊട്ട് നമ്മൾ 10 പൈസ KCBിലേക്ക് കറണ്ട് ബില്ലായിട്ട് അടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഈ ഒരു മീറ്ററിന് പുറമെ നമ്മൾ ഇതേ ഒരു അഡീഷണൽ മീറ്ററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഓഫീസിലാണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെച്ചാലും അത് എങ്ങനെ സീറോ ആക്കാന്നുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വഴി പറഞ്ഞു തരാൻ വേണ്ടി പോണത്. ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് 10 പൈസ KCBക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും അതിന് പുറമെ 1 രൂപ പോലും KCBക്ക് ഈ മാസം മുതൽ കൊടുക്കില്ല എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ് ബ്രോ. ഇതെന്താ സംഭവങ്ങൾ? ഇതൊരു DCDB ആണ്, ഇത് ACDB, ഇത് ഗ്രിഡ് ഇൻവെർട്ടർ ആണ്, DC to AC കൺവേർട്ട് ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക് 4 ഗ്രൗണ്ട് എർത്തിങ്ങും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ഫോണിൽ അറിയാനും, അതായത് നമ്മൾക്ക് ഇത് ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കംപ്ലീറ്റ് ട്രാക്കിംഗ് നമ്മൾ എത്രത്തോളം വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്, എത്ര മാസത്തിൽ ബില്ല് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇനി അറിയാൻ പറ്റും. പ്രൊഡക്ഷൻ ടേൺകീ സൊല്യൂഷൻ ആണ്. അത് കൂടാതെ നമുക്കൊരു പബ്ലിക് ആപ്പ് ഉണ്ട്, നമുക്ക് എല്ലാവരും പ്രൊഡക്ഷൻ അറിയാം, എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, ഇനി മുതൽ നമുക്ക് വീട്ടിലത്തെ കറണ്ട് ബില്ല് അടക്കേണ്ടി വരില്ല, വീട്ടിലടക്കേണ്ട, ഗാരേജിൽ അടക്കേണ്ട. മിനിമം ചാർജ് ഒരു 200-300 കൊടുത്താൽ മതിയോ? ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് വരണ ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ, അതായത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ മാക്സിമം കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു കറണ്ട് ബില്ല് KCBക്ക് കൊടുത്തോണ്ട് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിന്റെ മുകളിൽ നമ്മൾ കുറെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഇതൊന്നും കൂടെ ഞാൻ കാണിക്കട്ടെ. അപ്പോൾ ഇതിൽ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ശരിക്കും വരുന്നുണ്ട്. പവർ അത് നോർമൽ ഇപ്പോൾ 1305 വാട്ട്സ് നമുക്ക് പവർ വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലൈവായിട്ട്. അത് ഇതിൽ ലൈവായിട്ട് കാണാൻ പറ്റില്ലേ? നമുക്ക് ഫോണിലും അറിയാൻ പറ്റും, നമ്മുടെ ഇൻവെർട്ടറിലും അറിയാം. ഓ, ഇത് വൈഫൈ വെച്ചിട്ടുള്ള പരിപാടിയാണോ? ഇത് വൈഫൈ വഴി നമ്മുടെ ഇവിടുത്തെ ലോക്കൽ വൈഫൈ ആയിട്ട് നമ്മൾ ക്ലബ് ചെയ്യും, ക്ലൗഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, ഞാൻ ഏത് രാജ്യത്തിരുന്നാലും എനിക്ക് അറിയാൻ പറ്റും, എവിടെ ഇരുന്നാലും അറിയാം എല്ലാ കാര്യങ്ങളും. ഇവിടെ എത്ര കറണ്ട് ഉപയോഗിക്കേണ്ട, എന്തുകൊണ്ടാണ് ഇവിടെ എത്ര കറണ്ട് ഉപയോഗിക്കണം, എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ സെറ്റപ്പ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? സംഭവം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇട്ട ഫേസ്ബുക്ക് വീഡിയോ കണ്ടിട്ട് നമ്മുടെ എറണാകുളത്തുനിന്ന് ഒരു ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ മെയിൻ ആയിട്ടുള്ള ഒരാൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തന്നുള്ള ഒരാളാണ്. എന്നിട്ട് ശരിക്കും സ്ഥാപനത്തിന്റെ പേര് സൂര്യപ്രഭ സോളാർ. സൂര്യപ്രഭ ആക്ച്വലി ലാസ്റ്റ് ഒരു 7 to 8 years ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്കൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ചർച്ചാ വിഷയമാണല്ലോ സബ്സിഡി സ്കീമിൽ 850 കമ്പനീസ് എംപാനൽഡ് ആണ്. അതിൽ നമ്മൾ ടോപ്പ് 10 റാങ്കിങ്ങിൽ 6th പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവരെ ഡയറക്റ്റ് വിളിച്ചു. ഇവര് ചെയ്ത വർക്കിന്റെ ഒരു ഫിനിഷിങ്, അതായത് ഇതെന്തിനാ പാലം പോലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നല്ലോ. നമുക്ക് ഈ സോളാർ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിലെ സിസ്റ്റം ആയതുകൊണ്ട് വളരെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ആകെ നമുക്ക് വരുന്ന ഒരു ക്ലീനിങ് മാത്രമാണ്. പ്രോപ്പർ ഒരു വാക്ക് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് ഒരു സോളാർ പവർ പ്ലാന്റ് ചെയ്യുമ്പോൾ. ബിക്കോസ് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരു ഡസ്റ്റോ കാര്യങ്ങൾ വരുമ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ മേജർ ആയിട്ട് നമ്മൾ എപ്പോഴും ക്ലൈന്റിന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഷീറ്റിന്റെ മേളിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് വരെ ശരിയാക്കി. അതുകൂടാതെ നമ്മുടെ ആ ഷീറ്റ് കട്ട് ചെയ്ത രീതിയൊക്കെ ഉണ്ടോ, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ഞാൻ നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ധൈര്യമാണോ? നിങ്ങൾ ആദ്യം നടന്നേ. ഓ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അതായത് ഈ ഷീറ്റിന്റെ മേളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ കണ്ടില്ലേ, ഈ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഇവരിവിടെ ചെയ്ത് വെച്ചേക്കണത്. ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ പിടിച്ച് നമുക്ക് പോവാ അല്ലേ? അടിയിലേക്ക് പോകില്ലല്ലോ അല്ലേ? ഇത് ശരിക്കും ഷീറ്റ് ആയിട്ട് ഒരു ടച്ച് ഇല്ല അല്ലേ? അതായത് റാഫ്റ്ററിലാണ് നമ്മളിത് വെൽഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 2 ലെയർ ഓഫ് ക്യൂറിംഗ് വരുന്നുണ്ട്. നമ്മളൊരു കെമിക്കൽ കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു സംഭവം. അതായത് വെള്ളം ഉള്ളിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഓ, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഹാർഡായ ഒരു മെറ്റീരിയൽ ആവും. അതായത് ലീക്കേജ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് സെറ്റ് ചെയ്തേക്കണത്. ഇതേവരെ എന്തിട്ടാ ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് നമ്മൾ അടി കൂടെ ഒരു കമ്പി ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുമ്മിക്ക് ഇവര് വെൽഡ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പാനൽസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കറണ്ട് ബില്ല് കുറയ്ക്കാം. പൈസ തരുമോ? മിക്കവാറും ചെയ്യേണ്ട വരും. പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്ത പൈപ്സ് എല്ലാം GA സ്ട്രക്ചർ ആണ്. കാരണം GP ഉണ്ട്, GA ഉണ്ട്. പിന്നെ 16 ഗേജിന്റെ നമ്മൾ പൈപ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ പെയിന്റ് കണ്ടല്ലോ, നമ്മൾ ആദ്യം 2 ലെയർ ഓഫ് പെയിന്റിംഗ് കൊടുക്കുന്നുണ്ട്. ആദ്യം പ്രൈമർ കോട്ടിംഗ്, അത് കഴിഞ്ഞിട്ടാണ് പെയിന്റിംഗ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ പാനലിൽ 30 വർഷം വാറന്റി ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കമ്പോണൻസും നമുക്ക് 30 years ലൈഫ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത് തുരുമ്പൊടി ചോടിഞ്ഞ് പാനൽ പൊട്ടാൻ പാടില്ല. അപ്പൊ അതാണ് മിക്ക സൈറ്റുകളിലും നടക്കാൻ പോകുന്നത്, പ്രോപ്പർ ആയിട്ട് ക്വാളിറ്റിയിൽ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ. അതായത് ഒരു രക്ഷയില്ല കേട്ടോ. പക്ക ഒരു പ്രീമിയം ലെവലിലേക്കാണ് ഇവർ കംപ്ലീറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമുക്ക് KCBയിലത്തെ വർക്ക് മുതൽ എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. വരുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ വരുമ്പോൾ 4000 രൂപയാണ് ഇലക്ട്രിസിറ്റി വന്നത്. ഇപ്പൊ വെറും 150 രൂപയാണ് മന്ത്ലി വരുന്നത്. ഇനി വരുള്ളൂ ഈ മാസം തൊട്ട്. അതെ, ഈ മാസം തൊട്ട്. അപ്പോൾ ഈ റിക്വയർമെന്റ് പറയുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 കിലോവാട്ട് പ്ലാന്റ് ആണ്. പക്ഷെ നമ്മൾ ചെയ്ത് ഇൻവെർട്ടർ 3.3 കിലോവാട്ട് കപ്പാസിറ്റിയാണ്. ഫ്യൂച്ചറിൽ എന്തായാലും കൺസപ്ഷൻ കൂടും. അപ്പൊ നമുക്കൊരു 2 പാനലും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 പാനലും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 6500 rupees ബില്ല് വന്നാൽ പോലും ഒരു 2-3 പാനലും കൂടി എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താൽ മതി. അത് കൂടാതെ ഇപ്പൊ വീട്ടില് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ വരുന്നതുകൊണ്ട് ബാക്കി വരുന്ന യൂണിറ്റ്സ് നമുക്ക് വീട്ടിലോട്ടും കൂടി എക്സ്പോർട്ട്. അപ്പൊ അങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് 0 ആവും. വീടും ഇവിടുത്തെ കറണ്ടിനെ കുറിച്ച് ആലോചിക്കാൻ 25 വർഷത്തേക്ക് 0 ആയിരിക്കും. ഓക്കെ, ഇതിന് മുകളിലൊന്ന് കയറാൻ പറ്റുമോ? പിന്നെ കയറാലോ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇതൊക്കെ നോക്കിയേ, ഇവരുടെ വർക്ക് ഒരു രക്ഷയില്ലാട്ടോ. അതായത് ജസ്റ്റ് നമുക്ക് തന്നെ ഇതിന്റെ മുകളിൽ ചവിട്ടി കയറി നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇതൊക്കെ താങ്ങൂല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ സോളാർ പാനൽ. എന്തായാലും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. വളരെ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ലൈറ്റിംഗ് അറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലാന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് എർത്തിങ്. എർത്തിങ് നമ്മൾ 4 ഗ്രൗണ്ട് എർത്തിങ് കൊടുക്കുന്നത്. ഒന്ന് ലൈറ്റിംഗ് അറസ്റ്റ് വരും, പിന്നെ DC സൈഡ്, AC സൈഡ്, പിന്നെ ബോഡി ആൻഡ് സ്ട്രക്ചർ. പ്രോപ്പർ പ്യുവർ കോപ്പറിൽ 10 ഗേജിന്റെ കോപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് ഗ്രൗണ്ട് ചെയ്ത് കെമിക്കൽ കോമ്പൗണ്ട് ഒക്കെ ഇട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഡിമിനൊന്നും ഇല്ല. ക്വാളിറ്റി ഇൻസ്റ്റലേഷൻ നമ്മൾ ഫസ്റ്റ് ഒരു ഇനിഷ്യൽ ഒരു ആദ്യത്തെ ഒരു 10,000-20,000 നോക്കാണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 30 yearsലോട്ട് നമുക്ക് പിന്നെ കറണ്ടിനെ കുറിച്ച് മറക്കാം. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതെല്ലേ, എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിലേക്ക്, അതായത് ഇവിടെ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടണ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോ 1, 2, 3, 4 പാനലുകൾ വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിപ്പോ ഏകദേശം എത്ര പ്രൊഡ്യൂസ് ചെയ്യും? ഇപ്പൊ വേനൽക്കാലം 8 to 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2 കിലോവാട്ടാണ് സോളാർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത പാനൽ എന്ന് പറഞ്ഞാൽ ഗോൾഡി സോളാറിന്റെ ടോപ്പ് കോൺ ടെക്നോളജി. ടോപ്പ് കോണിൽ തന്നെ ബൈഫേഷ്യൽ ആണ്. നമുക്ക് 2 സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ ഉണ്ടാവും. ടോപ്പ് സൈഡിൽ നിന്നും അണ്ടർ സൈഡിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഗ്ലാസ് ടു ഗ്ലാസ് ആണ് 2 സൈഡിലും വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 30 വർഷം വാറന്റി കൊടുക്കാൻ പറ്റുന്നത്. 590 watts ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി. 30 വർഷം എന്ന് പറയുമ്പോൾ എനിക്കൊരു 60 വയസ്സ് വരെ കറണ്ട് ബില്ലിന് ചിന്തിക്കണ്ട. ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഇങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു 30 വർഷം വാറന്റി ഉള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? സോളാർ മാത്രമായിരിക്കില്ല. ശരിക്കും നമ്മളൊരു വീട് പണിയുമ്പോഴും പല ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും. പക്ഷെ അതെല്ലാം day 1 തൊട്ട് നമുക്ക് ഡിപ്രിസിയേറ്റ് വരും. കാരണം ആദ്യത്തെ ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കാം. സോളാർ മാത്രമാണ് day 1 തൊട്ട് റവന്യൂ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്. കറക്റ്റ് അല്ലേ? 6,000 എന്നൊക്കെ പറയുന്ന സമയത്ത് 10 വർഷത്തേക്ക് 6 ലക്ഷത്തോളം രൂപ അത്ര ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും വരുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് സോളാർ ലാഭകരം, ആർക്കാണ് സോളാർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അരുംബ്രോന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 4,000 രൂപയാണ് അരുംബ്രോന് ബില്ല് വരുന്നത്. അപ്പൊ 4,000 രൂപ നമുക്കൊരു 20 മാസത്തെ കണക്കൂട്ടി നോക്കാം. ഇപ്പൊ എത്ര രൂപ? 80,000 രൂപ. ഇപ്പൊ കറന്റ് ഒരു 2 കിലോവാട്ടിന്റെ പവർ പ്ലാന്റ് ചെയ്യണമെങ്കിൽ 1,40,000 തൊട്ട് 1,60,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അതുകൂടാതെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് 60,000 രൂപ തൊട്ട് 78,000 വരെ 3 കിലോവാട്ട് തൊട്ട് 10 കിലോവാട്ട് ഗവൺമെന്റ് സബ്സിഡി അവൈലബിൾ. അപ്പൊ 1,40,000 60,000 കുറച്ച് എത്ര വരുന്നത്? ഏകദേശം ഒരു 80,000 രൂപ. 80,000 എന്ന് പറഞ്ഞാൽ 20 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലല്ലേ? ആ 2 വർഷം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടും. അല്ല, കുറച്ചധികം സാധനങ്ങൾ ഉപയോഗിച്ച പോലെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ രാത്രി ലൈറ്റ് ഇടാൻ മടിക്കണവരുണ്ടാവും കറണ്ട് ബില്ല് കൂടുന്നു വിചാരിച്ചിട്ട്. ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. എക്സ്പെൻസീവ് പ്രോഡക്റ്റ് അല്ല, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഒരു അഫോർഡബിൾ ലിവിംഗിലോട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എപ്പോഴും ക്ലയന്റ് തെറ്റിദ്ധരിക്കേണ്ടത് ഒരു എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആണ്. ഗവൺമെന്റ് സബ്സിഡി ഉള്ളതുകൊണ്ട് 20 മാസം കൊണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനാവും. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമുക്ക് വീട്ടിലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യമേ നമ്മൾ വെച്ച ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചത് ഓഫ് ഗ്രിഡ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അവിടെ നമുക്ക് 1,000-1,500 കറണ്ട് ബില്ല് വരുന്നത് സോളാറുള്ള കാരണം. അപ്പൊ അത് ബാലൻസ് ചെയ്ത് 0 ആവും. പിന്നെ അത് മാത്രമല്ല, അവിടെ അരുംബ്രോ ചെയ്ത സമയത്ത് 5 വർഷം കഴിഞ്ഞിട്ട് ബാറ്ററി മാറ്റേണ്ട ഇൻവെസ്റ്റ്മെന്റ്. അതെ, നല്ലൊരു എമൗണ്ട്, ഒരു 1 ലക്ഷത്തോളം രൂപ പോയി. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിസ്റ്റം. കാരണം രാവിലെ 6:30 സൺറൈസ് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യും, വൈകിട്ട് 6:30 ആകുമ്പോൾ സിസ്റ്റം ഓഫ് ആവും. അതായത് ഒരു റോബോട്ട് വലഞ്ഞ് പ്രവർത്തിച്ചോളും, പണിയെടുത്തോളും, ഒന്നുമില്ല മെയിൻ്റെനൻസ്. ടേൺ കീ സൊല്യൂഷൻ ആണ്. കാരണം മോർണിംഗ് വരുന്ന പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യും, ബാക്കി യൂണിറ്റ്സ് KCBയിലോട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ എത്ര യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിച്ചു, എത്ര യൂണിറ്റ്സ് കൊടുത്തു, അങ്ങനെ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഫിനാൻഷ്യൽ ഇയറും മാർച്ച് 31 കഴിയുമ്പോൾ എത്ര യൂണിറ്റ്സ് നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത് KCB കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ച് ഒരു എമൗണ്ട് കിട്ടും. കഴിഞ്ഞ 7-8 വർഷമായിട്ട് എല്ലാ ജൂലൈ മാസങ്ങളിൽ കസ്റ്റമേഴ്സ് കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചാൽ സന്തോഷം പറയാറുണ്ട്, ഇത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അതിൽ 3,000 തൊട്ട് 40,000 വരെ മന്ത്ലി KCB കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതായത് 10 പൈസ കൊടുക്കാണ്ട് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാളെ ജോലിക്ക് നിർത്തിയ പോലെ വല്ലപ്പോഴൊക്കെ ഒന്ന് തുടച്ചോളാം. പിന്നെ നമ്മൾ 2 മീറ്റർ വെച്ചിട്ടില്ല, അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ സത്യത്തിൽ നമ്മുടെ ഒരു കറണ്ടിന്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ
പക്ക ഫിനിഷിങ്ങിൽ ഒട്ടും തന്നെ തള്ളി നിൽക്കുക ഒന്നി നിൽക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു സംഭവമില്ലല്ലേ. പെർഫെക്ഷനിലാണ് അവർ ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം അങ്ങനെ ഒരു സംഭവം തന്നെ. അതായത് മുകളിൽ നിന്ന് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഹോൾഡ് ചെയ്തേക്കണെന്ന് ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. ഇത് കാണാൻ സംഭവമില്ല. അതായത് അവർ ബ്ലാക്ക് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, അത്ര ഫിനിഷിങ്ങിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ അതിന് പുറമെ നമ്മൾ മീറ്ററിന്റെ കേസാണ് പറഞ്ഞത്. അത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്സ് എല്ലാം വയർ ഗാർഡിന്റെ ആസ്ട്രൽ എന്ന് പറഞ്ഞ പൈപ്പാണ്. അതും പ്രീമിയം ആണ്. അതും ഈ പറഞ്ഞ 20-25 ഇയേഴ്സ് നിൽക്കണം. അതല്ല ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അത് ശരിയാ, ചൂടടിക്കുന്ന സമയത്ത് ദ്രവിച്ചു പോകാൻ പാടില്ലല്ലോ. ഓക്കെ, ഇതാണ് അവർ നമുക്ക് അഡീഷണൽ ആയിട്ട് വെച്ചെന്ന ഒരു മീറ്റർ കേട്ടോ. അപ്പൊ ഈ ഒരു മീറ്ററിലാണ് നമ്മുടെ സോളാറിന്റെ പ്രൊഡക്ഷൻ അറിയാനായിട്ട് പറ്റുക. ഇത് നമ്മുടെ എനർജി മീറ്റർ ആണ്. ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണ് വരുന്നത് ഈ മീറ്ററിലാണ് വരുന്നത്. ഓക്കെ, KCB എല്ലാ മാസം വന്ന് ഈ മീറ്റർ റീഡിംഗ് എടുക്കും. ഈ മീറ്റർ റീഡിംഗ് എടുക്കും, അതിനുശേഷം ബാലൻസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് വരാം. സോളാറിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ അത് യൂണി ഡയറക്ഷൻ മീറ്ററും ഇത് ബൈ ഡയറക്ഷൻ മീറ്റർ അല്ലെങ്കിൽ സോളാർ മീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, നിലവിലുള്ള അരുൺജിയുടെ പഴയ മീറ്റർ മാറ്റി KCB ഒരു പുതിയ മീറ്റർ വെച്ചേക്കാണ്. ഇതിൽ ഇമ്പോർട്ട് ഉണ്ട് എക്സ്പോർട്ട് ഉണ്ട്. കാരണം രാത്രി സമയം നമ്മൾ KCB കറണ്ട് എടുക്കുകയും രാവിലെ സമയത്ത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി കറണ്ട് KCB കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു എമൗണ്ട് ആണ് ഇനി വരുള്ളൂ. നമ്മൾ ആ സംവിധാനം ഉപയോഗിക്കുന്നതിന് ഫിക്സർ ചാർജ് കൊടുക്കണം, അത് മാത്രമേ ഇനി വരുള്ളൂ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണക്കാരായിരിക്കും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണാം. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2000-1000 ഒക്കെ കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പൊ ഈ ലോൺ മുഖാന്തരം ഇതേപോലത്തെ ഒരു സെറ്റപ്പിന് ഇപ്പൊ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ നാഷണലൈസ് ബാങ്ക്സ് ഇപ്പൊ സോളാറിന് വേണ്ടി ലോൺ കൊടുക്കുന്നുണ്ടല്ലേ. അത് 7 മുതൽ 9% ഇൻട്രസ്റ്റിലാണ് ലോൺ കൊടുക്കുന്നത്. 3 കിലോവാട്ട് ചെയ്യുന്ന ക്ലയന്റ് ആണെങ്കിൽ വെറും 7% ലോൺ അവൈലബിൾ ആണ്. ബെസ്റ്റ് പാർട്ട് എന്ന് അറിയാമോ, ലോൺ എടുക്കണമെങ്കിൽ അരുൺജിക്ക് എന്താ കൊടുക്കണ്ടേ? എന്താ കുറെ പ്രൂഫ് കൊടുക്കേണ്ടി വരും. കുറെ പ്രൂഫും കൊടുക്കണം, നമ്മുടെ ലാൻഡിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ ഇല്ല, ഈടില്ല. നമ്മൾ ചെയ്യുന്ന സോളാർ പ്ലാന്റ് തന്നെയാണ് ഈടായിട്ട് വരുന്നത്. പിന്നെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, ഒരു സിബിൽ സ്കോറും ഇല്ല, ഒന്നും വേണ്ട, ആർക്കും വേണമെങ്കിൽ ചെയ്യാം. അതൊരു സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അവർ എത്ര പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ സബ്സിഡി സ്കീം. അപ്പൊ ഈ നോർമലി ഹോട്ടലൊക്കെ നടത്തുന്നവർക്ക് അന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവ് കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സിന് ഇതിൽ പെട്ടെന്ന് ROI നമ്മൾ 20 മാസം പറഞ്ഞില്ല, അതിനും കൂടുതലും കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് ആവും. നിങ്ങളെല്ലാം ചെയ്ത് കൊടുക്കും. ഞാൻ ഇപ്പൊ ഇവരെ ഫോണിൽ വിളിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ ചെയ്തത് നിങ്ങളാണ്. അതായത് KCB പോലും എനിക്ക് ഫോണിൽ വന്നിട്ടില്ല. 3 കാര്യമില്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ട് വന്നു, ഒരു 3 പേപ്പറിൽ സൈൻ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഒരു ഷെയ്ഡ് ഇല്ലാത്ത നല്ലൊരു റൂഫ് ഏരിയ വന്നു. ഈ 3 കാര്യം മാത്രം കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ബാക്കി 5 വർഷത്തേക്കുള്ള സർവീസും AMCയും ഫുൾ ഇൻസ്റ്റലേഷനും നമ്മൾ നോക്കിക്കോളാം. അതല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കറണ്ട് ബില്ലൊക്കെ വന്നിട്ട് ഒരുപാട് KCB-നൊക്കെ നിങ്ങൾ തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും മേ ബി. അല്ല, എനിക്ക് തന്നെ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കറണ്ട് ബില്ല് വന്നു പറഞ്ഞാൽ, പക്ഷേ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇൻവെർട്ടറിന്റെ ചാർജ് കഴിയുന്നു, ചാർജ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കറണ്ട് ബില്ല് കൂടിയ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ KCB-നെ കുറ്റം പറയണല്ലാതെ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ കോൺടാക്ട് ചെയ്തത്. സാധാരണക്കാരനാണ്. ഇതേപോലെ നിങ്ങൾക്കും കറണ്ട് ബില്ല് കൂട്ടുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നല്ലൊരു ടീമിനെ നോക്കി നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ധൈര്യപൂർവ്വം ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു. കറണ്ട് ബില്ല് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ഇട്ടാ എത്ര വന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ബില്ലിന്റെ കേസ് ഒരുപാട് ആൾക്കാർ തന്നെ തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഇനി അങ്ങനെ ഒരു വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ എന്തായാലും പോസ്റ്റ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ ബൈ, ടേക്ക് കെയർ.